ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 27 വാക്യം. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ഉടൻ തന്നെ ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ക്രൈസ്തവരായ നമുക്ക് എത്ര വലിയ ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. 2 അമ്മയെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശാരീരികമായി നമ്മെ ജനിപ്പിച്ച അമ്മ. ആ അമ്മയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ശുശ്രൂഷിക്കുവാനും നമുക്ക് കടമയുണ്ട്. 2, ആത്മീയമായി നമ്മെ വളർത്തുവാൻ ദൈവം നമുക്ക് നൽകിയ അമ്മ. അത് പരിശുദ്ധ കന്യകാമറിയമാണ്. വചനം പറയുന്നു, ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു എന്ന്. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും ഓരോരുത്തരുമാണ് ആ ശിഷ്യൻ. പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ അമ്മയ്ക്കിടം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം പരിശുദ്ധ അമ്മ സകരക്ഷകയാണ്. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ എങ്കിലേക്ക് നമുക്ക് പോകുവാൻ പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.